സംസ്ഥാനം ഇപ്പോൾ വിവിധ തരം പനികളുടെ പിടിയിലാണ്. ഡെങ്കിപ്പനി, ഇൻഫ്ലുവൻസ, H1N1 വൈറൽ ഫ്ലൂ തുടങ്ങിയ രോഗങ്ങൾ അതിവേഗം പടർന്നു പിടിക്കുന്നത് വലിയ ആരോഗ്യ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സ്കൂൾ കുട്ടികളിലാണ് ഈ രോഗവ്യാപനം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. പനി കാരണം CBSE ഉൾപ്പെടെയുള്ള ചില സ്കൂളുകളിലെ ക്ലാസുകൾ ഭാഗികമായോ പൂർണ്ണമായോ നിർത്തിവെക്കേണ്ടി വന്നു. പനി മൂലം കുട്ടികൾ സ്കൂളിൽ തളർന്നു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായതോടെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി. ആശുപത്രികളിലേക്ക് പനി ബാധിച്ചവരുടെ വലിയൊരു പ്രവാഹമാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരോ ആരോഗ്യ വകുപ്പോ ഇതിന്റെ കണക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. പനിക്കണക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് സ്വകാര്യ ആശുപത്രികൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയാണ് ഈ രോഗവ്യാപനത്തിന് പ്രധാന കാരണം. മഴക്കാലത്തിന് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാത്തത് കൊതുകുകളുടെ പെരുപ്പം വർദ്ധിപ്പിച്ചു. ഇത് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾക്കും കാരണമായി. കൂടാതെ വായുവിലൂടെ പകരുന്ന വൈറൽ പനികളും രോഗികളുടെ എണ്ണം കൂട്ടുന്നു. പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ മാസ്ക് ഉപയോഗിക്കാത്തതും പനി അതിവേഗം പടരാൻ ഇടയാക്കുന്നു. ചെറിയ പനി ലക്ഷണങ്ങളുള്ള കുട്ടികൾ പോലും സ്കൂളുകളിൽ എത്തുന്നത് രോഗവ്യാപനം വേഗത്തിലാക്കും. വിവിധ തരം പനികൾക്ക് വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. ഇതിൽ പ്രധാനം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉയർന്ന ശരീര താപനിലയാണ്. ഇത് സാധാരണ വൈറൽ പനികളുടെ ഒരു പ്രധാന ലക്ഷണമാണ്. മാത്രമല്ല, ഛർദിയും വയറിളക്കവും അനുഭവപ്പെടാം. ഇത് പലപ്പോഴും കുടൽ സംബന്ധമായ ഇൻഫ്ലുവൻസയുടെ ലക്ഷണമാകാം. ഉയർന്ന പനി കാരണം കുട്ടികളിൽ അപസ്മാരം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതും സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട്. കൂടാതെ ശ്വാസകോശത്തിലും അണുബാധയുണ്ടാകാം. കഫക്കെട്ടും മറ്റു ശ്വാസകോശ സംബന്ധമായ അണുബാധകളും പലപ്പോഴും ന്യൂമോണിയയിലേക്കും വഴിമാറുന്നു. ഇത് കുട്ടികളെ കൂടുതൽ ദുർബലരാക്കുകയാണ്. ഈ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ ദിവസങ്ങളോളം ആശുപത്രികളിൽ പ്രവേശിച്ച് ആന്റിബയോട്ടിക് അടക്കം നൽകിയാൽ മാത്രമേ പനി കുറയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പനി രൂക്ഷമാണ്. സർക്കാർ സ്കൂളുകളിൽ പോലും ക്ലാസുകൾ അടച്ചിടേണ്ടി വരുന്നു. അടൂരിലെ ഒരു CBSE സ്കൂളിൽ ഒരു ബ്ലോക്ക് പൂർണ്ണമായും അടച്ചു. കൊല്ലം ജില്ലയിൽ പല സ്കൂളുകളിലും കുട്ടികൾ പനി കാരണം ക്ലാസ്സിൽ എത്തുന്നില്ല. മുതിർന്നവരിൽ പനി പടരുന്നുണ്ടെങ്കിലും പ്രധാന ഇരകൾ ഇപ്പോൾ കുട്ടികളാണ്. മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ തുറക്കുകയും പനി ബാധിതരുടെ എണ്ണം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ആരോഗ്യ വകുപ്പ് അത്തരം ഒരു നടപടിക്കും തയ്യാറായിട്ടില്ല. സ്വകാര്യ ആശുപത്രികളോട് പോലും പനിക്കണക്ക് ആവശ്യപ്പെടുന്നില്ല. ഈ കണക്കുകൾ പുറത്തു വരുന്നത് സർക്കാരിന്റെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും പ്രതിച്ഛായ മോശമാക്കുമെന്ന രാഷ്ട്രീയ കാരണങ്ങളാലാണ് കണക്കെടുപ്പിന് തടസ്സമാകുന്നതെന്നാണ് ആരോപണവും. സാധാരണ ജനങ്ങളുടെ ആരോഗ്യം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അവഗണിക്കപ്പെടുന്നുവെന്ന വിമർശനവും ശക്തമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, പരിസര ശുചീകരണം ഉറപ്പാക്കുക, പൊതുജനങ്ങൾക്ക് രോഗലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിവരങ്ങൾ നൽകുക, ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ മാസ്ക് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പനി ലക്ഷണങ്ങളുള്ള കുട്ടികളെ സ്കൂളുകളിൽ അയക്കാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കേണ്ടതും അത്യാവശ്യമാണ്. ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന ഓരോ നിലപാടും സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നതുമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രതയോടെയും സുതാര്യതയോടെയും പ്രവർത്തിക്കുമോ എന്നും കണ്ടറിയണം.